ഇന്നത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ദുബായ് മാളിലെ രാവിലത്തെ ആരും കാണാത്ത കാഴ്ചകളാണ്. രാവിലെ അങ്ങനെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങോട്ട് വരാറില്ല. എല്ലാവരും വൈകുന്നേര സമയങ്ങളിലാണല്ലോ ദുബായ് മാളും ബുർജ് ഖലീഫയും അതിൻ്റെ സമീപപ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. ഇത് റെക്കോർഡ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വരുന്ന ഈ ഏപ്രിൽ 19 കഴിഞ്ഞാൽ ദുബായ് മാളിലെ ദുബായ് ഫൗണ്ടൻ അടയ്ക്കുകയാണ്. അതിൻ്റെ മെയിൻ്റനൻസ് വർക്കിനോടനുബന്ധിച്ച് ഇതാദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഫൗണ്ടൻ അടയ്ക്കുന്നത്. എന്തായാലും ഇത് മനോഹരമായ ദുബായ് മാളിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെയാണ്. ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിലും എനിക്ക് രാവിലെ പകർത്താൻ പറ്റിയ കാഴ്ചകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തായാലും ചില സമയങ്ങളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കുക നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എടുക്കുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത ദുബായ് മാളിൻ്റെ അല്ലെങ്കിൽ ബുർജ് ഖലീഫയുടെ ഓരോ ദൃശ്യങ്ങൾ പകർത്താനും എല്ലാവർക്കും കൊതിയാവും എന്ന് പറയുന്ന പോലെ എനിക്കും ഇന്ന് അങ്ങനൊരു കൊതി വന്നു. അതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. ഇത് നമ്മുടെ ഡൗൺ ടൗണിൻ്റെ എല്ലാ MRൻ്റെ എല്ലാ ബിൽഡിങ്ങും ദമാക്കിൻ്റെ ബിൽഡിങ്സ് ഉണ്ട് അതിൽ. പിന്നെ ദുബായ് ഓപ്പേറ സ്റ്റേഡിയമാണ് കാണുന്നത്. അവിടെ ഏറ്റവും വലിയൊരു പാർക്കുണ്ട്. അവിടെ ആരെങ്കിലും വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഭാഗത്തേക്കൂടി കൂടെ വിസിറ്റ് ചെയ്യണം. നല്ലൊരു ഓപ്പൺ പാർക്കാണ്. അവിടെ കിടന്ന് കഴിഞ്ഞ് നമുക്ക് ഒരു സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബുർജ് ഖലീഫയുടെ കറക്റ്റ് ഒരു ഔട്ട്ലുക്ക് കിട്ടും. ഇവിടെയാണ് ഞങ്ങൾ റെസ്റ്റിന് വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം. അപ്പോൾ നിങ്ങളിതിലേക്ക് വരുവാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ വന്നിരിക്കുക. നല്ലൊരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കിട്ടും, എസ്പെഷ്യലി രാവിലെ സമയം. നമ്മുടെ ബുർജ് ഖലീഫയുടെ മുന്നിൽ തന്നെയുള്ളൊരു ചെറിയൊരു ഫൗണ്ടനാണ്. ഒരു മനോഹരമായ രാവിലത്തെ ദൃശ്യഭംഗി.